Hi students, welcome to Veranda Race. SSC CGL aim ചെയ്തുകൊണ്ടുള്ള നമ്മുടെ PYQ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇതിൽ ഫോക്കസ് കൊടുക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനാണ്. അതായത് 9/9/2024 നടന്ന ഷിഫ്റ്റ് 2 ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെയിം മോഡൽ ക്വസ്റ്റ്യൻസും പിന്നെ അതല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയി വന്ന ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Select the option that expresses the given sentence in active voice. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലുള്ള ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ദ ഹോംവർക്ക് മസ്റ്റ് ബി ഡൺ ബൈ യു. ഇതാണ് സെൻറ്റൻസ്. അവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യു വിൽ ഡു ദ ഹോംവർക്ക്, യു ഷുഡ് ഹാവ് ഡൺ ദ ഹോംവർക്ക്, you must do the homework, you do the homework. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള ഓപ്ഷനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഹിൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ചിലപ്പം ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. എനിഹൗ നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്കറിയാം, ആക്റ്റീവ് വോയിസ് ആയിരിക്കുന്ന സമയത്ത് എന്താണ്, ഒരു സെൻറ്റൻസ് അതിൻ്റെ സബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ ആ ആളാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ആദ്യം ശ്രദ്ധിക്കുക. ദ ഹോംവർക്ക് മസ്റ്റ് ബി ഡൺ ബൈ യു. അതായത് ഹോംവർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാണ്. യു ആണ് സബ്ജക്റ്റ്. അപ്പം ആ യു നമ്മൾ എന്ത് ചെയ്യുവാണ്, ആദ്യം ഫോക്കസ് ചെയ്യാണ്. സെൻറ്റൻസ് നമുക്ക് തുടങ്ങേണ്ടത് സബ്ജക്റ്റ് ആയിട്ടുള്ള യു എന്നതിലാണ്. ഇനി ചെയ്തിരിക്കണം എന്നുള്ള സെൻസിലാണ് ആ മസ്റ്റ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മസ്റ്റ്. ആ മസ്റ്റ് എന്നുള്ളത് സപ്പോർട്ടിംഗ് വെർബാണ്. അതാണ് ഞാൻ അവിടെ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. മസ്റ്റ് സപ്പോർട്ടിംഗ് വെർബാണ് എന്നുള്ളത്. ഇനി പാസീവിലെ ഉള്ള സൂചനയായിട്ടാണ് മസ്റ്റ് ബി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്, അതുകൊണ്ടാണ് അവിടെ ബി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൺ എന്നുള്ളതും പാസീവ് വോയിസിലായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഡൺ V3 ഫോമാണ്. ഡു എന്നുള്ള വേർബിൻ്റെ V3 ഫോമാണ് ഡൺ. അപ്പോൾ ഡു അവിടെ എന്താണ്, V1 ആണ്. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസിൽ വരുമ്പോൾ ഡൺ എന്ന് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ആക്റ്റീവിൽ ഡൺ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ അവിടെ അടുത്ത ഹിൻ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു, സെൻറ്റൻസ് തുടങ്ങേണ്ട സബ്ജക്റ്റ് യു ആണെങ്കിൽ നമുക്കത് എൻഡ് ചെയ്യേണ്ടത് എന്തിലായിരിക്കും? ഒരു ഒബ്ജക്റ്റിലായിരിക്കും. ഇവിടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹോംവർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹോംവർക്കാണ് എന്ത്, അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ചെയ്യേണ്ടത് എന്താണോ അതാണ് ഹോംവർക്കാണ്. അപ്പോൾ സെൻറ്റൻസ് എൻഡ് ചെയ്യേണ്ടത് അതിലാണ്. അതാണ് ലാസ്റ്റ് ഹിൻ്റായിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഏതായിരിക്കും? യു മസ്റ്റ് ഡു ദ ഹോംവർക്ക്. അവിടെ യു സബ്ജക്റ്റ് ആണ്, മസ്റ്റ് നമുക്ക് സപ്പോർട്ടിംഗ് വെർബാണ്, ഒഴിവാക്കാൻ പറ്റില്ല. ഡു എന്നുള്ളത് അവിടുത്തെ മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ചെയ്യണം എന്നാണ് പറയണത്. ആ ചെയ്യണം എന്നുള്ളതിന് ഫോക്കസ് കൊടുക്കാനാണ് മസ്റ്റ് എന്നുള്ള സപ്പോർട്ടിംഗ് വെർബ്. ഹോംവർക്ക് ഒബ്ജക്റ്റ് ആണ്. ഈ ഓപ്ഷൻ അല്ലാതെ മറ്റേത് ഓപ്ഷൻ സജസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ മറ്റേത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും അതെന്താവും? ഇൻകറക്റ്റ് ആവും. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? പാസീവ് വോയിസിൽ കിടന്ന സെൻറ്റൻസിനെ ആക്റ്റീവിലോട്ട് സബ്ജക്റ്റിൽ സെൻറ്റൻസ് തുടങ്ങുന്ന രീതിയിൽ കൊണ്ടുവന്നു. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടെത്തിയ ആൻസറും ഇവിടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത ആൻസറും ഒന്നായിരിക്കുമെന്നും വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. സെലക്ട് the most appropriate option to substitute the underlined word in the given sentence. അപ്പോൾ ഇവിടെ ഒരു അണ്ടർലൈൻഡ് വേർഡ് ഉണ്ട്. Pollution levels have increased so largely that they are almost killing us. Largely the word is underlined. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ അണ്ടർലൈൻഡ് വേർഡിനെ കറക്റ്റ് അതേ മീനിങ് വരുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറിലി, സെക്കൻഡ് വൺ സ്ലോലി, തേർഡ് വൺ ഹൈലി, ഫോർത്ത് വൺ ചീഫ്ലി. ലാർജ്ലി ദ വേർഡ് മീൻസ് ടു എ ലാർജ് ഓർ വാസ്റ്റ് എക്സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ വളരെ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ലെവലിലേക്ക് എന്നുള്ളതാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും സ്ലോലി എന്നുള്ള വേർഡ് ഒഴിച്ച് ഓരോന്നിൻ്റെയും മീനിങ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലോലി നമുക്ക് വളരെ പരിചയമുള്ള വേർഡ് ആയതുകൊണ്ട് അതിൻ്റെ മീനിങ് വേണമെന്നില്ല. പ്രൈമറിലി മീൻസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, നമ്മൾ ആദ്യമായി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. ഹൈലി മീൻസ് ടു എ ഹൈ ഡിഗ്രി ഓർ എമൗണ്ട്, അതായത് വലിയ ലെവലിലേക്ക്. ചീഫ്ലി മീൻസ് മെയിൻലി, നമ്മൾ പ്രധാനമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലാർജ്ലി എന്നുള്ള വേർഡിൻ്റെ ഈ മീനിങ്ങും ബാക്കി തന്നിരിക്കുന്നതിലെ മീനിങ്ങുകളുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ഏതാണ് എന്നുള്ളത് ഒത്തുനോക്കി മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ ഓപ്ഷൻ ഇതായിരിക്കും, ഹൈലി. അതായത് ലാർജ്ലി എന്ന് പറയുന്നതിലെ ടു എ ലാർജ് ഓർ വാസ്റ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നതും ഹൈലി എന്ന് പറയുന്നതിലെ ടു എ ഹൈ ഡിഗ്രി ഓർ എമൗണ്ട് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സിമിലർ മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ്ലി എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഇതിലേതാണ്? ഹൈലി എന്നുള്ളതാണ്. പ്രൈമറിലി എന്ന് പറയുമ്പോൾ അത് ആദ്യമായി എന്നുള്ള അർത്ഥത്തിലാണ്. ചീഫ്ലി എന്ന് പറയുമ്പോൾ മെയിൻലി എന്നുള്ള അർത്ഥത്തിലാണ്. സ്ലോലി എന്ന് പറയുമ്പോൾ പതുക്കെ എന്നുള്ള ആ ഒരു സെൻസാണ്, സ്ലോ മാനറാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി തേർഡ് വൺ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോവാം. Parts of a sentence are given below in jumbled order. Arrange the parts in the correct order to form a meaningful sentence. ഇപ്പം ഇവിടെ ഒരു സെൻറ്റൻസിൻ്റെ 4 പാർട്ടുകളായിട്ട് ജംബിൾ ചെയ്ത് തന്നിരിക്കുവാണ്. അപ്പം അതിലെ ഓരോ പാർട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിലെ പാർട്ടിനെ നമ്മൾ ചേർത്ത് വെച്ച് കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരണം. അപ്പം ഇതിൽ ഏറ്റവും ഫസ്റ്റ് പാർട്ട് ആവുക എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ മുൻപത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഒരു സെൻറ്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ സബ്ജക്റ്റിലായിരിക്കും. ആ സബ്ജക്റ്റ് പാർട്ട് കഴിഞ്ഞ് പിന്നെ അതിനെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും സെൻറ്റൻസിലെ ബാക്കി പാർട്ടുകൾ. അപ്പം ഇതിൽ ഒരു ബിഗിനിങ് ആകാവുന്ന സബ്ജക്റ്റ് പാർട്ട് ആവാവുന്ന ഭാഗം ഏതാണ് എന്നുള്ളത് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കെയർഫുള്ളായി നോക്കിയതിന് ശേഷം തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് ഇതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ദ യൂസ് ഓഫ് അനിമൽ റിസർച്ച്. ദ യൂസ് ഓഫ് അനിമൽ റിസർച്ച്. ഇനി അതിൻ്റെ ബാക്കി നമ്മൾ ഓരോ പാർട്ടുകളെയും നോക്കുകയാണ്. ത്രൂ ഔട്ട് ദ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കണക്റ്റ് ആകാൻ പറ്റുന്നുണ്ടോ? ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് മെനി ഡിസീസസ്. ഓക്കെ ആണോ? ഹാസ് ബീൻ ഓഫ് കൺസിഡറബിൾ ഇമ്പോർട്ടൻസ്. ഓക്കെ ആണോ? ഇൻ ദ ഫീൽഡ് ഓഫ് സയന്റിഫിക് ആൻഡ് മെഡിക്കൽ അഡ്വാൻസ്മെന്റ്സ്. ആ പാർട്ട് ഓക്കെ ആണോ? ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് ആവാൻ ഏറ്റവും സ്യൂട്ടബിൾ ഏതായിരിക്കും? നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ദ യൂസ് ഓഫ് അനിമൽ റിസർച്ച് ഹാസ് ബീൻ ഓഫ് കൺസിഡറബിൾ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകുമ്പോൾ കൺസിഡറബിൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിലാണ് കൺസിഡറബിൾ ഇമ്പോർട്ടൻസ് വരുന്നത്? ഇൻ ദ ഫീൽഡ് ഓഫ് സയന്റിഫിക് ആൻഡ് മെഡിക്കൽ അഡ്വാൻസ്മെന്റ്സ്.
throughout the past century, and it continues to be used to understand many diseases. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. സബ്ജക്റ്റ് തൊട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ കണക്ട് ചെയ്തത്. അപ്പോൾ വൺസ് മോർ, ഇത് ഫസ്റ്റ് പാർട്ടാണ്. അത് കഴിഞ്ഞ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പം എ ഡി. അത് കഴിഞ്ഞാൽ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇ ആണ്. അത് കഴിഞ്ഞാൽ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് ബി ആണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ നമുക്ക് 5 പാർട്ടുകളെയും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് വൈസ് അതിൻ്റെ സബ്ജക്റ്റ് ഓൺവേർഡ്സ് ഓരോ പാർട്ടും റിലേറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. The use of animal research has been of considerable importance in the field of scientific and medical advancements throughout past century, and it continues to be used to understand many diseases. And it continues to be used to understand many diseases എന്ന് പറയുന്നത് ആ ഫീൽഡിനെ കണക്ട് ചെയ്ത് അതിപ്പോഴെങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സെൻസിലാണ്. ആൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് പാർട്ടായിട്ട് നിൽക്കാൻ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് എന്ന് പറയുന്നത് അനിമൽ റിസർച്ചിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതും അത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഏത് ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും പാസ്റ്റ് സെഞ്ചുറി മുഴുവനും അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുമാണ് ആ 4 പാർട്ടുകളിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ആൻഡ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് സജസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓപ്ഷൻ എ ഡി ഇ ബി സി, അതായത് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. Select the most appropriate meaning of the given idiom. Break a leg. അതാണ് അവിടെ തന്നിട്ടുള്ള ഇഡിയോം. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഇഡിയോംസിൻ്റെയൊക്കെ മീനിങ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ബ്രേക്ക് എ ലെഗ് എന്നുള്ള ഇഡിയോമാണ് തന്നിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ആർ ഗിവൺ. Give advice on maintaining physical health, wish someone good luck before a performance, suggest taking a short break during work, encourage someone to engage in risky activities. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് നിങ്ങളൊന്ന് ഡിക്ഷണറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. ആ മീനിങ് ഏതായിരിക്കും? വിഷ് സംവൺ ഗുഡ് ലക്ക് ബിഫോർ എ പെർഫോമൻസ്. നമ്മളൊരു പെർഫോമൻസിനൊക്കെ പോകുന്ന ഒരാളിന് ഗുഡ് ലക്ക് വിഷ് ചെയ്യുക എന്നുള്ള സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് ബ്രേക്ക് എ ലെഗ്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ്സ് കാണുമ്പോൾ ബ്രേക്ക് എ ലെഗ് എന്ന് കാണുമ്പോൾ അതിന് അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത് എന്നുള്ളത് ഒരിക്കലും തോന്നത്തില്ല. അതാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസിൻ്റെ പ്രത്യേകത. ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല അതിൻ്റെ സജസ്റ്റീവ് ഓർ ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് ചെയ്യാണ് പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അതിൻ്റെ മീനിങ് അറിയുവാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഈസി ആവും. ഇപ്പം ഇവിടെ മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഒരു സെൻറ്റൻസിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയി തന്നുകൊണ്ട് അതിനെ ചൂസ് ചെയ്യാനും പറഞ്ഞേക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന ഒരു ക്ലാസ്സിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. Select the most appropriate option that can substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു പാർട്ട് അണ്ടർലൈൻഡ് ആണ്. ഈ അണ്ടർലൈൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു ഓപ്ഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ല, ആ അണ്ടർലൈൻഡ് പാർട്ടിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്ഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
spreading awareness about the rights of the consumers and the relief open to them in case they did not get their money's worth of goods and service has rightly been identified as the first priority. This is the given sentence. ഇതിൽ underlined part they did not get their money's worth. They ഇല്ല, did not get their money's worth. അത്രയും പാർട്ടാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ അണ്ടർലൈൻഡ് പാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ സെൻറ്റൻസ് കെയർഫുള്ളി റീഡ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിലെ ഓപ്ഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ. അപ്പം നോക്കാം. സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മൾ അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ദ റിലീഫ് ഓപ്പൺ ടു ദം, അവർക്ക് കൊടുക്കുന്ന റിലീഫ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഇൻ കേസ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത്. അതായത് കൺസ്യൂമേഴ്സ് പൈസ മുടക്കിയിട്ടാണല്ലോ ഓരോ സേവനങ്ങളും അവര് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അവർ മുടക്കുന്ന പൈസയ്ക്കുള്ള സേവനം അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ലഭ്യമാവണം. ഹാസ് റൈറ്റ്ലി ബീൻ ഐഡന്റിഫൈഡ് ആസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് കൺസ്യൂമേഴ്സിന് അവരുടെ പൈസ മുടക്കുന്നതിനനുസരിച്ചുള്ള സേവനം ലഭിക്കുന്നില്ലെങ്കിൽ അതിന് വേണ്ട റിലീഫ്, അവർക്ക് വേണ്ട റിലീഫ് കൊടുക്കുക എന്നുള്ളത് എന്താണ്, എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു. ഇതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ഇനി അണ്ടർലൈൻഡ് പാർട്ടിലേക്ക് വരിക. ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത്, അതായത് കൺസ്യൂമേഴ്സിന് അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതാണ് ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത്. ഇനി ഇതിലെ ഓരോ ഓപ്ഷനും നോക്കുക. വേർ അണേബിൾ ടു ഗെറ്റ് ദെയർ മണീസ് വർത്ത് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഡ് നോട്ട് ഗെറ്റിംഗ് ദെയർ മണീസ് വർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. വിൽ നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത് എന്നുണ്ട്. നോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും ഉണ്ട്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു അണ്ടർലൈൻഡ് സെഗ്മെന്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമേഴ്സിന് അവരുടെ പൈസ മുടക്കുന്നതിൻ്റെ വർത്ത് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പം അവർ മുടക്കുന്ന പൈസയുടെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഫോക്കസ് വരുന്നത്. അവർ പൈസ മുടക്കുന്നു, അതിനനുസരിച്ചുള്ള വർത്ത് അവർക്ക് കിട്ടുന്നില്ല. ആ ഫോക്കസ് വരാൻ ഈ പാർട്ട് ഓക്കെ ആണോ, ഈ അണ്ടർലൈൻഡ് പാർട്ട് ഇപ്പൊ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണോ എന്നാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ബാക്കി മൂന്നെണ്ണത്തിലെ ഏറ്റവും സ്യൂട്ടബിൾ ഓപ്ഷൻ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് മണീസ് വർത്ത് എന്നുള്ളതിനേക്കാൾ ദേ അവർക്ക് എന്നുള്ളതിനാണ് അല്ലെ. അപ്പൊ മണീസ് വർത്ത് എന്നുള്ള അവർ മുടക്കുന്ന പൈസ അതിനുള്ളത് എന്നുള്ള ഏരിയയിലേക്ക് ഫോക്കസ് വരണമെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ഓപ്ഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. വേർ അണേബിൾ ടു ഗെറ്റ് ദെയർ മണീസ് വർത്ത്, അതായത് മണീസ് വർത്ത് എന്നുള്ളതിൻ്റെ ഫോക്കസ് വരാൻ ഏറ്റവും സ്യൂട്ടബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വേർ അണേബിൾ ടു ഗെറ്റ് ദെയർ മണീസ് വർത്ത്, അതായത് ഈ ഓപ്ഷൻ വെച്ച് നിങ്ങൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊന്ന് വായിക്കാം. സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദ റിലീഫ് ഓപ്പൺ ടു ദം ഇൻ കേസ് ദേ വേർ അണേബിൾ ടു ഗെറ്റ് ദെയർ മണീസ് വർത്ത്. അവിടെ ഫോക്കസ് വരുന്നത് മണീസ് വർത്ത് എന്നുള്ളതിനാണ്. അതായത് അവർ മുടക്കുന്ന പൈസയ്ക്കുള്ള സേവനം അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ മുടക്കുന്നതിനനുസരിച്ചുള്ള സേവനം എന്നുള്ളതിന് ഫോക്കസ് കൊടുക്കാൻ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഓപ്ഷൻ ഏതായിരിക്കും, ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്നത് വെച്ച് ആ ഒരു മീനിങ് വൈസ് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ മണീസ് വർത്ത് എന്നുള്ളതിനേക്കാൾ അവിടെ സബ്ജക്റ്റിനാണ്, അതായത് ദേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ പാർട്ട് ഉണ്ടല്ലോ, അവിടേക്കാണ് ഫോക്കസ് വരുന്നത്. മണീസ് വർത്ത് എന്നുള്ളതിന് ഫോക്കസ് വന്ന് കിട്ടണമെങ്കിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് പാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഓപ്ഷൻ.
ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പാർട്ടിനെ, അണ്ടർലൈൻഡ് പാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റ് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഡിഡ് നോട്ട് ഗെറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആവും. തേർഡ് വൺ വെച്ചാലും ദേ വിൽ നോട്ട് ഗെറ്റ് ദെയർ മണീസ് വർത്ത് എന്ന് പറഞ്ഞാലും അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവില്ല. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഒഴിച്ച് വേറെ ഏതും നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് മീനിങ് വൈസ് അത് എന്താവുന്നത്? കറക്റ്റ് ഫോക്കസ് മണീസ് വർത്ത് എന്നുള്ളതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വേർഡ് ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വേർഡിന്റെ സ്പെല്ലിങ്ങിൽ കൂടെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇതിലെ സെക്കൻഡ് വേർഡ് എത്രത്തോളം ഫെമിലിയർ ആണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമുണ്ട്. അതും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതുകൊണ്ടാണ് ആ ഫെമിലിയാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. ഫെമിലിയർ അല്ലാത്ത ആളുകൾ ഏറ്റവും അതിനെ ശ്രദ്ധിക്കണം. എബിസ്മൽ, ഇതിന്റെ സ്പെല്ലിങ് ABYSMAL എന്നാണ്. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡിക്ഷണറിയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഇതിലെ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? എബിസ്മൽ എന്നുള്ളതാണ്. അതിന്റെ മീനിങ്ങും നിങ്ങൾക്ക് ഡിക്ഷണറി ചെക്ക് ചെയ്താൽ കിട്ടും. മീനിങ് അറിഞ്ഞു വെക്കുക, സ്പെല്ലിങ്ങുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ സെന്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻഡ് ആണ്. ആ അണ്ടർലൈൻഡ് വേർഡിന്റെ മീനിങ്ങും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിലും നിങ്ങൾക്ക് ആവശ്യമുള്ള മീനിങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. If you want to be a good detective, it helps to have an inquisitive nature. That is the sentence. Inquisitive means curiosity. നമുക്കൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, എക്സാമിൻ ചെയ്യാനൊക്കെയുള്ള ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി ആണ് ഇൻക്വിസിറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻസിലോട്ട് വരാം. കോംപ്രിഹെൻസീവ് മീൻസ് കവറിങ് കംപ്ലീറ്റ്ലി ഓർ ബ്രോഡ്ലി. അതായത് ഒരു കാര്യത്തെ പറ്റി നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയി ബ്രോഡായിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ്. ഐറ്റമൈസ്ഡ് മീൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക ഏത് കാര്യത്തെ കുറിച്ചിട്ടും. ഇൻട്രൂസീവ് മീൻസ് ഇന്റർഫിയറിങ്, നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടുക, ഇന്റർഫിയർ ചെയ്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുക. ഡിസ്ഇൻട്രസ്റ്റഡ് മീൻസ് നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ലാത്ത രീതിയിൽ വലിയ ഫോക്കസോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ ഡീറ്റെയിലിങ്ങോ ഇല്ലാതിരിക്കുക, അതാണ് ഡിസ്ഇൻട്രസ്റ്റഡ്. ഇപ്പം നിങ്ങളോട് ചോദ്യം ആന്റണിം ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിലെ എല്ലാ മീനിങ്ങും വെച്ച് നോക്കുമ്പോൾ ഇൻക്വിസിറ്റീവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഡിസ്ഇൻട്രസ്റ്റഡ് എന്നുള്ളതായിരിക്കും അല്ലേ? എന്താ കാരണം? ഫസ്റ്റ് വൺ നോക്കൂ, കോംപ്രഹെൻസീവ്, കവറിങ് കംപ്ലീറ്റ്ലി ഓർ ബ്രോഡ്ലി എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് ഇൻക്വിസിറ്റീവുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബ്രോഡായി അല്ലെങ്കിൽ വളരെ വാസ്റ്റായി എല്ലാ ഏരിയകളും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അന്വേഷണം വേണ്ടി വരും. ഇനി ഐറ്റമൈസ്ഡ് എന്നുള്ളതിന്റെ മീനിങ് നോക്കിക്കേ, ഡീറ്റെയിൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഇൻക്വിസിറ്റീവ് നേച്ചറുള്ള ആളുടെ പ്രത്യേകത അങ്ങനെ തന്നെയായിരിക്കും. അവരെല്ലാ കാര്യത്തെ കുറിച്ചിട്ടും വളരെ വിശദമായി ഡീറ്റെയിൽഡ് ആയി മനസ്സിലാക്കാനും അന്വേഷിക്കാനും ശ്രമിക്കും. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇനി ഇൻട്രൂസീവ് നോക്കിക്കേ, ഇന്റർഫിയറിങ്. നമ്മൾ ഇൻക്വിസിറ്റീവ് നേച്ചറിന്റെ ഒരു പ്രത്യേകത അതാണ്. ചില കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ഇന്റർഫിയർ ചെയ്യേണ്ടി വരും, ഇൻട്രൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ ഇതിലെല്ലാത്തിൻ്റെയും ആദ്യം പറഞ്ഞ 3 എണ്ണത്തിൻ്റെയും മീനിങ് നമുക്ക് ഇൻക്വിസിറ്റീവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊഴിച്ച്?
ഡിസിൻട്രസ്റ്റഡ് ഒഴിച്ച്. ഡിസിൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് താല്പര്യമില്ലാതെ ഒരു ഡീറ്റെയിൽസോ കോൺസെൻട്രേഷനോ ഫോക്കസോ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതാണ് ഇൻക്വിസിറ്റീവിന് ഇതിൽ ആന്റണിമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടാലോ. Select the option that can be used as a one-word substitute for the given group of words. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വൺ വേർഡ് നമ്മൾ ചൂസ് ചെയ്യണം. One who does not show response to good or bad. അതായത് നല്ലതിനോടോ ചീത്തയോടോ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ചെയ്യാത്ത ഒരാൾ. അങ്ങനെയുള്ള ആളെ എന്ത് പറയും? ഫസ്റ്റ് ഓപ്ഷൻ cynic means a fault-finding critic, especially one who believes that human conduct is wholly motivated by self-interest. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിലെ ഫസ്റ്റ് ഓപ്ഷൻ സിനിക് എന്നുള്ളതാണ്. മീനിങ് എല്ലാം ഞാൻ ബ്രാക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മീനിങ്ങും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. സിനിക് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളെയാണ്? സെൽഫ് ഇൻട്രസ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും മോട്ടിവേഷൻ എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും. പലതിലും തെറ്റ് കണ്ടുപിടിക്കുന്ന ഫാൾട്ട് ഫൈൻഡിങ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള ആളെയാണ് നമ്മൾ സിനിക് എന്ന് പറയാം. സെക്കൻഡ് വൺ ഫോബിക്. ഫോബിക് മീൻസ് ഹാവിങ് എക്സ്ട്രീം ഓർ ഇറാഷണൽ ഫിയർ ഓഫ് സംതിങ്. എന്തിനെക്കുറിച്ചെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറാഷണൽ ലെവലിലുള്ള പേടി, ഫിയർ ഉള്ള ആളെയാണ് ഫോബിക് എന്ന് പറയുക. പേടി എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു അൺറീസണബിൾ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫോബിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഫോബിയ, എന്തെങ്കിലും തരത്തിലുള്ള ഫോബിയ ഉള്ള ആളെയാണ് ഫോബിക് എന്ന് പറയുക. ഇനി സ്കെപ്റ്റിക്. സ്കെപ്റ്റിക് ഈസ് എ ഡൗട്ടർ, സംശയാലുവാണ്. ഓക്കെ, അൺബിലീവർ, വലുതായിട്ടൊന്നിലും വിശ്വാസമില്ലാത്ത ആളാണ്. ക്വസ്റ്റ്യനർ ആണ്, അതായത് പലതിനെയും സംശയത്തോടെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ലാസ്റ്റ് വൺ സ്റ്റോയിക്. സ്റ്റോയിക് ഈസ് എ പേഴ്സൺ നോട്ട് അഫക്റ്റഡ് ബൈ യോർ ഷോയിങ് പാഷൻ ഓർ ഫീലിങ്സ്. അതായത് പാഷനോ ഫീലിങ്സോ ഒന്നിനോടും ഇല്ല, ഒന്നിലും അഫക്റ്റഡ് അല്ല. അങ്ങനത്തെ ഒരാളാണ് സ്റ്റോയിക്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിനു മുൻപേ എത്തിയിട്ടുണ്ടാവും. വൺ ഹു ഡസ് നോട്ട് ഷോ റെസ്പോൺസ് ടു ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്നതിന് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡെഫിനറ്റ്ലി ഏതായിരിക്കും? സ്റ്റോയിക് എന്നുള്ളതായിരിക്കും. കാരണം ഇതിൽ പറയുന്ന ബാക്കി ഏതിൻ്റെയും മീനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. Given below are 4 jumbled sentences. Select the option that gives their correct logical sequence. ഇവിടെ നേരത്തെ നമ്മൾ ഒരു സെന്റൻസിന്റെ പാർട്ടിനെ 4 ആയിട്ട് തന്നിരിക്കുന്നതാണ് കണ്ടത്. ഇവിടെ അങ്ങനെയല്ല, 4 സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഏതാണ് ആദ്യം വരിക, രണ്ടാമത് ഏത് വരും, അങ്ങനെ. ഇപ്പൊ എല്ലാ സെന്റൻസും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് വായിക്കണം. എന്നിട്ട് ഇതിലെ എന്തിനെ കുറിച്ചാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെന്റൻസിലേക്ക്, അതായത് ഇൻട്രൊഡക്ടറി സെന്റൻസിലേക്ക് എത്താൻ പറ്റും. നൗ യു മേ ഹാവ് റീച്ച്ഡ് ഓർ ഗോട്ട് ദ ഇൻട്രൊഡക്ടറി സെന്റൻസ്. ഏതാണ്? ഒബ്സർവേറ്ററീസ്. ഒബ്സർവേറ്ററീസിനെ കുറിച്ചിട്ടാണ് ഈ സെന്റൻസസ്, എല്ലാ സെന്റൻസസും. അപ്പൊ ഒബ്സർവേറ്ററീസ് എന്നുള്ളതിലായിരിക്കണം അതിന്റെ തുടക്കം. ഓക്കെ, ഒബ്സർവേറ്ററീസ് ആർ പ്ലേസസ് ടു സ്റ്റഡി പ്ലേസ്. അതായത് observatories are places to study place. നമ്മൾ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്ന് പറയും. നേച്ചറിനെ നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്ന് പറയും. അതാണ് ഒബ്സർവേറ്ററീസ്. നാച്ചുറൽ ഫിനോമിന അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് ആണ് ഒബ്സർവേറ്ററീസ്. അപ്പൊ അതാണ്
ഫസ്റ്റ് സെന്റൻസ് ആയി വരേണ്ടത്. ഇനി ബാക്കി സെന്റൻസസ് ഒക്കെ നോക്കുക. ഇതിലെ അടുത്ത സെന്റൻസ് ആയി വരാവുന്നത് ഏതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി കഴിഞ്ഞ് സി സെന്റൻസ് ഒന്ന് വായിക്കുക. They are mostly built on the mountain tops. അവിടെ they എന്ന് പറയുന്നത് എന്തിനെ ഉദ്ദേശിച്ചാണ്? ഒബ്സർവേറ്ററീസിനെ കണക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, സോ that should be the second sentence. They are mostly built on the mountain tops. നിങ്ങൾക്ക് ഈ സെന്റൻസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അവിടെ എന്താണുള്ളത്? ഒബ്സർവേറ്ററീസിൽ എന്താ ഉള്ളത്? എന്താണ് അവിടെ ചെയ്യുന്നത്? അതായിരിക്കണം മൂന്നാമത്തെ സെന്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി ഒന്ന് വായിക്കുക. ടെലിസ്കോപ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഡോം ഷേപ്ഡ് റൂഫ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് ഒബ്സർവേറ്ററീസിന്റെ ബിൽഡിങ്ങിൽ എന്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ടെലിസ്കോപ്സ് ആണ്. ഇനി നാലാമത്തെ സെന്റൻസിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. ദീസ് ക്യാൻ ടേൺ അറൌണ്ട് ടു ട്രാക്ക് സ്റ്റാർസ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. അത് ഏതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? ടെലിസ്കോപ്സിനെയാണ് കണക്ട് ചെയ്യുന്നത് ആ ദീസ് എന്നുള്ളത്. ഓക്കെ, ടെലിസ്കോപ്സ് ടേൺ അറൌണ്ട് ചെയ്ത് സ്റ്റാർസിനെ ട്രാക്ക് ചെയ്യും. അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേച്ചറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ലാസ്റ്റ് സെന്റൻസ്. അപ്പൊ നമുക്ക് ഈ ഓർഡർ ഒന്ന് നോക്കണം. എങ്ങനെയാ വരുന്നത്? ബി സി ഡി എ. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ, അപ്പൊ ആൻസർ നിങ്ങൾക്ക് അതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെ ജംബിൾഡ് ഓർഡറിൽ സെന്റൻസസ് തരുമ്പോൾ എന്തിനെ കുറിച്ചാണ് അതെന്ന് മനസ്സിലാക്കി ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? റിലേറ്റ് ചെയ്ത് വരുന്ന സെന്റൻസസ് ആയിരിക്കും. അതിന്റെ ഓർഡർ നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് തിരിച്ചും മറിച്ചും നോക്കി വേണം എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. അങ്ങനെയാവുമ്പോൾ ഓർഡർ തെറ്റിപ്പോവില്ല. വൺസ് നിങ്ങൾ ഒരു ഓർഡർ ചൂസ് ചെയ്താലും വൺസ് അഗെയിൻ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, റീചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടൂ. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് സെന്റൻസ്. കറക്റ്റ് സ്പെല്ലിങ് ഏത് സെന്റൻസിലാണെന്ന് നോക്കണം. എല്ലാ വേർഡിന്റെയും സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിംഗ് തെറ്റിപ്പോവരുത്. ആദ്യത്തെ സെന്റൻസിൽ ഐ വിൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് ദ കോൺഫറൻസ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് വേർഡ്സ് എല്ലാം ഫെമിലിയർ ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഐ വിൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് ദ കോൺഫറൻസ് എന്നുള്ളതിലെ ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, മൂന്നിലെ സെന്റൻസ് നോക്കിയാലും ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 നോക്കിയാലും ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. അങ്ങനെയാവുമ്പോൾ എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിംഗ് കറക്റ്റായി വന്നത് ഏതിലാണ്? ഫസ്റ്റ് ഓപ്ഷനിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഒരു ഓപ്ഷനിലേക്ക് എത്തിയാലും ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ആൻസർ എഷ്വർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയാണ് എല്ലാ ഓപ്ഷനും ഞാൻ ഒന്ന് പറഞ്ഞു പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്സ് ഓഫ് എ സെന്റൻസ് ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. അറേഞ്ച് ദ പാർട്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു ഫോം എ മീനിങ്ഫുൾ സെന്റൻസ്. അപ്പം ഇവിടെ സെന്റൻസ് തന്നിട്ടുണ്ട്, പാർട്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനെ കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഒരു മീനിങ്ഫുൾ സെന്റൻസ് ആക്കി മാറ്റണം. ഓക്കെ, ആസ് ഇറ്റ് വാസ് ദ ലാസ്റ്റ് വൺ ഓഫ് ദ ഈവനിങ്. അങ്ങനെയാണ് ആദ്യത്തെ പാർട്ട്. ദ സിറ്റി ബസ് വാസ് ഓവർ ക്രൗഡഡ്. സെക്കൻഡ് പാർട്ട് അതാണ്. ആൻഡ് ദിസ് ഗേവ് ആൻ ഓപ്പർച്യൂണിറ്റി. അതെന്തോ കണക്ട് ചെയ്ത് പറയുന്നതാണ്. കാരണം ആൻഡിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ടു ദ പിക്ക് പോക്കറ്റ്സ്. അതായത് പിക്ക് പോക്കറ്റ്സിന്, പോക്കറ്റ് അടിക്കുന്നവർക്ക്, ടു ട്രൈ ദെയർ സ്കിൽ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ടു ദ പിക്ക് പോക്കറ്റ്സ് എന്നുള്ളതും ടു ട്രൈ ദെയർ സ്കിൽ എന്നുള്ളതും നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഗേവ് ആൻ ഓപ്പർച്യൂണിറ്റി. ആർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തു? പോക്കറ്റ് അടിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ പാർട്ടും വായിച്ചു കഴിഞ്ഞപ്പം. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടു ദ പിക്ക് പോക്കറ്റ്സ് എന്നുള്ളതിന്റെ മുൻപിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി 2 പാർട്ടേ ഉള്ളൂ. ആ 2 പാർട്ടിനെ നമുക്ക് ആദ്യം വെക്കണമോ അവസാനം വെക്കണമോ എന്ന് തീരുമാനിച്ചാൽ മതിയാവും. അപ്പൊ നമ്മൾ ഒന്നും കൂടെ വായിക്കുകയാണ്.
എന്തിനെ കുറിച്ചാണ് ഈ സെന്റൻസ്? സിറ്റി ബസ് ഓവർ ക്രൗഡഡ് ആയിരുന്നു. എന്തുകൊണ്ട്? ലാസ്റ്റ് ബസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത് പോക്കറ്റ് അടിക്കുന്നവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു എന്നാണ് ഈ സെന്റൻസ്. ഞാൻ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നൗ യു ക്യാൻ അറേഞ്ച് ദ പാർട്സ് ടു ഫോം എ മീനിങ്ഫുൾ സെന്റൻസ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ദ സിറ്റി ബസ് വാസ് ഓവർ ക്രൗഡഡ് as it was the last one of the evening and this gave an opportunity to the pickpockets to try their skill. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വന്നത്? P O Q R S. P O Q R S. That is the last option. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഇതായിരിക്കും. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെന്റ് ഇൻ ദ ഗിവൺ സെന്റൻസ്. Raju's job as a clerk seemed to be bad at first because of the low salary, but resulted in something good happening later because it saved him from being unemployed. ഇവിടെ ഒരു അണ്ടർലൈൻഡ് പാർട്ട് ഉണ്ട്. അതിനെ നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്നതിലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ, അതൊരു ഫ്രേസ് ആണ്. 4 ഓരോ ഫ്രേസസ് ആണ്. അതിലേത് ഫ്രേസ് ആണ് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ആവുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, എന്താണ് അണ്ടർലൈൻഡ് പാർട്ടിന്റെ മീനിങ് എന്നൊന്ന് നോക്കാം. ബാഡ് അറ്റ് ഫസ്റ്റ് ബിക്കോസ് ഓഫ് ലോ സാലറി. അതായത് ആദ്യത്തെ തുടക്കത്തില് ലോ സാലറി കൊണ്ട് അത്ര ശരിയല്ല അല്ലെങ്കിൽ നല്ല ഓപ്ഷൻ അല്ല എന്ന് തോന്നിയ കാര്യം പിന്നീട് അയാൾക്ക് എന്തായി? ബെനിഫിഷ്യലായി, ഗുഡ് ആയി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെ ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇതിലെ ശരി? നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ കിട്ടിക്കാണും. ആ ഓപ്ഷൻ ഇതാണോ എന്ന് നോക്കുക. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇതില് എ ബൂൺ ഇൻ ഡിസ്ഗൈസ്, എ ജോൾട്ട് ഇൻ ഡിസ്ഗൈസ്, എ ഗിഫ്റ്റ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേറെ 3 ഓപ്ഷൻസ് കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് ഫ്രേസ്, കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ളതാണ്. ബാക്കി ഏതും ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അതായത് കറക്റ്റ് ഇപ്പോൾ ഒരു യൂസ് എന്ന് പറയുന്നത്, കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ളതാണ്. അതായത് തുടക്കത്തിൽ അത് ശരിയല്ല എന്ന് തോന്നിയെങ്കിലും പിന്നീട് അയാൾക്ക് ആ ജോലി ഗുണപരമായി എന്നാണ് അവിടുത്തെ മീനിങ്. അതനുസരിച്ചിട്ടുള്ള ഓപ്ഷനാണ് നമ്മളവിടെ ചൂസ് ചെയ്തത്. ഓക്കെ, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ the most appropriate antonym of the given word. Scary means fearful, terrible. പേടി ഉണ്ടാക്കുന്നത്, വല്ലാത്ത രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്നത്, അതാണ് സ്കാരി. ഇതിന്റെ ആന്റണിം ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഓഫുൾ. ഓഫുൾ മീൻസ് ഹൊറിബിൾ. ആദ്യത്തെ തന്നിരിക്കുന്ന വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കൂ, സെയിം മീനിങ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഓപ്ഷൻ പറ്റില്ല. ബ്രൈറ്റ് മീൻസ് ഷൈനിങ്, ചിയർഫുൾ, ലൈവ്ലി. അതായത് ഷൈനിങ് തിളങ്ങുന്നത്, ഹാപ്പി ആയിട്ടുള്ളത്, ചിയർഫുൾ ആയിട്ടുള്ളത്, വളരെ ലൈവ്ലി ആയിട്ടുള്ളത്, അതാണ് ബ്രൈറ്റ് എന്നുള്ളതിന്റെ മീനിങ്. അത് ഇതിന്റെ, അതായത് ഫിയർഫുൾ അല്ലെങ്കിൽ ടെറിബിൾ എന്നുള്ളതിന്റെ ആന്റോണിം ആവാൻ പറ്റുമോ? ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബ്രൈറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ബ്രൈറ്റ് അല്ലാതിരിക്കുക എന്നുള്ള വേർഡല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അപ്പൊ ബ്രൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ പറ്റില്ല, രണ്ടാമത്തെ ഓപ്ഷനും പറ്റില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കംഫർട്ടിങ് മീൻസ് സപ്പോർട്ടിങ്, സ്ട്രെങ്തനിങ്. നമ്മളെ ഈസി ആക്കുന്നത്, കംഫർട്ടബിൾ ആക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു ഫിയർ ഇല്ലാതെ പോകാൻ പറ്റുന്ന അവസ്ഥ, അതാണ് കംഫർട്ടിങ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക.
അത് ഓപ്ഷനായി നമുക്ക് എടുക്കാം എന്ന് തോന്നുന്നു. നാലാമത്തെ ഓപ്ഷനും കൂടെ നമുക്കൊന്ന് നോക്കണം. അതാണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നാലാമത്തെ ഓപ്ഷനും കൂടെ നോക്കണം. പ്രിസ്റ്റീൻ. പ്രിസ്റ്റീൻ മീൻസ് ഒറിജിനൽ, പ്യുവർ, ന്യൂ, ഫ്രഷ്. ഈ സെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രിസ്റ്റീൻ. ഈ പ്രിസ്റ്റീൻ എന്ന് പറയുന്നതും നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറിജിനൽ അല്ലാത്തത്, ഫ്രഷ് അല്ലാത്തത്, പഴയതായത്, ആ രീതിയിലായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോ അത് നമുക്ക് ഫിയർഫുൾ ഓർ ടെറിബിൾ എന്ന അർത്ഥം വരുന്ന സ്കേറി എന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്കേറി എന്നുള്ളതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ ആന്റണിം ഇതിലേതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? കംഫർട്ടിങ് എന്നുള്ളതാണ്. ഫിയർഫുൾ ഓർ ടെറിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താവില്ല, നമ്മളെ കംഫർട്ട് ചെയ്യില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യില്ല. അത് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കുക. അതേസമയം കംഫർട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഫിയർലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അത് നിങ്ങളെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, സ്ട്രെങ്തനിങ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി the correct antonym to the word scary from the given options is comforting. Meaning wise ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ആന്റണിം കണക്ട് ചെയ്ത് എടുത്തത്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം പരിചയപ്പെടാം. Select the most appropriate synonym of the given word. ഇവിടെ സിനണിം ആണ് ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. ഹിയർ ദ ഗിവൺ വേർഡ് ഈസ് അബണ്ടന്റ്. അബണ്ടന്റ് മീൻസ് പ്ലെന്റിഫുൾ. ഞാൻ മീനിങ് ബ്രാക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനും ഓപ്ഷൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേർഡ് മീനിങ് അറിഞ്ഞിരിക്കണം, തന്നിരിക്കുന്ന വേർഡിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം, ഓപ്ഷൻസിന്റെ മീനിങ് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് റിലേറ്റ് ചെയ്ത് സിനണിം ഏതാണ് അല്ലെങ്കിൽ ആന്റണിം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ ആംപിൾ. ആംപിൾ മീൻസ് സഫിഷ്യൻറ്റ്, അതായത് ആവശ്യത്തിൽ ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്താണെങ്കിലും സഫിഷ്യൻ്റ് ആയിട്ടുണ്ടാവുക, അതാണ് ആംപിൾ. ഡിഫിക്കൾട്ട് നിങ്ങൾക്ക് വേർഡ് മീനിങ് അറിയാം. സ്കാർസ് മീൻസ് ഡെഫിഷ്യൻറ്റ് ഇൻ ക്വാണ്ടിറ്റി ഓർ നമ്പർ, അതായത് കുറവിനെയാണ്. സ്കാർസിറ്റി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ക്ഷാമം എന്ന് പറയും, ഡെഫിഷ്യൻസിയാണ്. ബാരൻ മീൻസ് നോട്ട് പ്രൊഡക്റ്റീവ്, പ്രൊഡക്റ്റീവ് അല്ലാത്ത ലാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത കണ്ടീഷൻ, അതിനെയാണ് ബാരൻ എന്ന് പറയുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ അബണ്ടന്റിനുള്ള കറക്റ്റ് സിനണിമിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആംപിൾ, അതായത് നിറഞ്ഞിരിക്കുക, പ്ലെന്റി ആയിരിക്കുക. അതേ മീനിങ് ആണ് സഫിഷ്യൻ്റ് ആയിരിക്കുക എന്നർത്ഥം വരുന്ന ആംപിൾ എന്നുള്ള വേർഡിന്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനെ പരിചയപ്പെടാമേ. Select the most appropriate synonym of the underlined word. Again question focus ചെയ്യുന്നത് synonym ആണ്. Organize എന്നുള്ള വേർഡ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെന്റൻസ് ഒന്ന് വായിക്കാം. I would love to organize the farewell party at my house. ഓർഗനൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൽ ഏറ്റവും ഓപ്ഷനിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. അറേഞ്ച് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഡിറേഞ്ച് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡിസോർഡർ ഓർ കൺഫ്യൂസ് എന്നുള്ളതാണ്. മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ ഒന്നും ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതിന് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Parts of the following sentence have been given as options. Select the option that contains an error. ഇപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെട്ടത് എങ്ങനെയാണ്? പാർട്ടായിട്ട് സെന്റൻസിനെ ഇങ്ങനെ സ്ലാഷ് ഇട്ട് തന്നിട്ട് ഏത് പാർട്ടിലാണ് എറർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ്. അപ്പൊ എറർ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അത് ഇങ്ങനെ 1 2 3 4 പാർട്ടാക്കി തന്നിരിക്കുകയാണ്. ABCD അല്ല.
സ്ലാഷ് ഇട്ട് തന്നിട്ടില്ല. സെന്റൻസ് ഒന്ന് വായിക്കാം. എവറി സ്റ്റുഡൻസ് ഇൻ ദ ഹോസ്റ്റൽ ഡിസൈഡഡ് ടു ട്രാവൽ ടു ഡൽഹി ടു വിറ്റ്നസ് ദ റിപ്പബ്ലിക് ഡേ പരേഡ്. സെന്റൻസ് വായിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ റിപ്പബ്ലിക് ഡേ പരേഡ്, അതിൽ തെറ്റുണ്ടോ? ഇല്ല, അത് ശരിയാണ്. അതിലൊരു ഭാഗത്തും നമുക്ക് സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു എററും ഇല്ല. ടു വിറ്റ്നസ് ദ, അവിടെയും എററില്ല. എറർ ഇല്ലാത്തതാണ് ഞാൻ ടിക്ക് ചെയ്യുന്നത്, കറക്റ്റ് ഓപ്ഷൻ അല്ല. എവറി സ്റ്റുഡൻസ് ഇൻ ദ ഹോസ്റ്റൽ, അത് ശരിയാണോ? എവറി സ്റ്റുഡൻസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുവോ അതോ എവറി സ്റ്റുഡൻറ് എന്നേ യൂസ് ചെയ്യുള്ളൂ? നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ എവറി സ്റ്റുഡൻസ് എന്ന് യൂസ് ചെയ്യില്ല, അത് തെറ്റാണ്. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം. ഡിസൈഡഡ് ടു ട്രാവൽ ടു ഡൽഹി, അവിടെ തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഓരോ പാർട്ടിലും തെറ്റുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളതിൽ അല്ലെങ്കിൽ സിംഗുലർ, പ്ലൂരൽ, നൗൺ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പ്രൊനൗൺ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ, അങ്ങനെ എന്തിലെങ്കിലും ആർട്ടിക്കിൾ, എന്തിലെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോ പാർട്ടിലും നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തേർഡ് പാർട്ടിൽ മാത്രമാണ് നമ്മൾ എന്ത് കണ്ടത്? ഒരു എറർ കണ്ടത്, അല്ലെ? ഇനി സെന്റൻസിലേക്ക് ഒന്നും കൂടെ വരാം. എവറി സ്റ്റുഡൻസ് എന്നുള്ളത് സ്റ്റുഡൻസ് എന്ന് യൂസ് ചെയ്യില്ല, അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻ ദ ഹോസ്റ്റൽ, ഹോസ്റ്റലിലെ, അതുകൊണ്ടാണ് അവിടെ ദ എന്നുള്ള ആർട്ടിക്കിള് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ എന്ന് യൂസ് ചെയ്തതും പ്രിപ്പോസിഷൻ ശരിയാണ്, ഹോസ്റ്റലിലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഡിസൈഡഡ് ടു, തീരുമാനിച്ചു, കറക്റ്റ് ആണ്. ഡിസൈഡഡ് ടു ട്രാവൽ ടു ഡൽഹി, അതായത് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യാൻ. അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ പ്രിപ്പോസിഷൻസ് ടു ശരിയാണ്. ട്രാവൽ എന്നുള്ള വെർബ് കറക്റ്റ് ആയിട്ടാണ്, അതിന്റെ V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ എവിടേക്ക് ട്രാവൽ ചെയ്യാൻ? ടു ഡൽഹി, അതും ശരിയാണ്. പ്രിപ്പോസിഷൻ ടു യൂസ് ചെയ്തിട്ടുള്ളത് ശരിയാണ്. ഇനി എന്തിനാണ് അവർ ട്രാവൽ ചെയ്തത്? ടു വിറ്റ്നസ് ദ റിപ്പബ്ലിക് ഡേ പരേഡ്, അവിടെയും എന്തിനു വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ടു വിറ്റ്നസ്, വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാക്ഷ്യം വഹിക്കുക അല്ലെങ്കിൽ അത് കാണുക. വിറ്റ്നസ് ചെയ്യുക എന്നുള്ളിടത്ത് V1 വെർബ് ശരിയാണ്. ടു വിറ്റ്നസ് വാട്ട്? ദ റിപ്പബ്ലിക് ഡേ പരേഡ്. റിപ്പബ്ലിക് ഡേ പരേഡിന്റെ മുൻപിലായിട്ട് ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഓരോ ഇയറിലെയും റിപ്പബ്ലിക് ഡേ പരേഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്. ആ വർഷത്തെ സംബന്ധിച്ച് ആ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് ഓരോ വർഷത്തെയും പർട്ടിക്കുലർ ആയതുകൊണ്ട് തന്നെ അതിന്റെ മുൻപ്, റിപ്പബ്ലിക് ഡേ പരേഡിന്റെ മുൻപ് ദ എന്നുള്ള ആർട്ടിക്കിള് യൂസ് ചെയ്തതിൽ തെറ്റില്ല, അതും ശരിയാണ്. സ്പെസിഫിക് ഇയറിലെ ഓരോ വർഷത്തെയും സ്പെസിഫിക് ആണ് റിപ്പബ്ലിക് ഡേ പരേഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അവിടെ സ്പെസിഫിക് ആർട്ടിക്കിൾ ആണ് ദ എന്നുള്ളത്, അത് യൂസ് ചെയ്തതും കറക്റ്റ് ആണ്. ബാക്കിയുള്ള ഭാഗം പിന്നെ എറർ ഒന്നുമില്ല. അങ്ങനെയാവുമ്പോൾ എല്ലാ ഭാഗത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ എന്തുള്ളൂ? എറർ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ എറർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എവ്രി എസ് സിംഗുലർ, എവ്രി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗുലാർ സെൻസിലാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവ്രി റെഫേഴ്സ് ടു ഈച്ച് ഇൻഡിവിജ്വൽ മെമ്പർ ഇൻ എ ഗ്രൂപ്പ് ട്രീറ്റിംഗ് ദം ആസ് എ സിംഗിൾ എൻറ്റിറ്റി. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിലെ എവ്രി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗ്രൂപ്പിൽ ഒത്തിരി പേരുണ്ടെങ്കിലും ഓരോരുത്തരെയും സിംഗുലർ ആയിട്ട് എടുക്കാനാണ് എവ്രി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ എവ്രി കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നൗൺ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യരുത്. എവ്രി സ്റ്റുഡൻസ് എന്നാണ് ആ സെന്റൻസിൽ നമ്മൾ കണ്ടത്. അതെങ്ങനെയാണ് വരേണ്ടത്? എവ്രി സ്റ്റുഡൻറ് എന്നാണ് വരേണ്ടത്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. This is why we use singular noun and singular verb after every. Every കഴിഞ്ഞാൽ വരുന്ന നൗണ് സിംഗുലർ ആയിരിക്കണം, അത് കഴിഞ്ഞ് വരുന്ന വെർബും സിംഗുലർ ആവണം. ഓക്കെ, കാരണം എവ്രി എന്ന് യൂസ് ചെയ്യുമ്പോൾ അതിന് സിംഗുലാർ സെൻസ് ആണ്. എവ്രി ടീച്ചർ, എവ്രി സ്റ്റുഡൻറ്, എവ്രി മെമ്പർ, എവ്രി
എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു വരുന്ന നൗണ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞു വരുന്ന വേർബ് ആയിക്കോട്ടെ, അത് സിംഗുലറായേ യൂസ് ചെയ്യാവൂ. നമുക്ക് സെന്റൻസ് ഒന്നും കൂടെ കാണാം. എവറി സ്റ്റുഡൻറ് ഇൻ ദ ഹോസ്റ്റൽ ഡിസൈഡഡ് ടു ട്രാവൽ ടു ഡൽഹി ടു വിറ്റ്നസ് ദ റിപ്പബ്ലിക് ഡേ പരേഡ്. ഇതിലെ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത് അവിടെയൊന്നും എറർ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്ത് ഓരോന്നിനെ കുറിച്ചും ഫോക്കസ് ചെയ്ത് ചിന്തിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോളൂ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. നേരത്തെ തന്നിരിക്കുന്ന സെന്റൻസ് ഇതേപോലെ തന്നെ ആക്റ്റീവ് വോയിസിലുള്ള ഓപ്ഷൻ കണ്ടെത്താനായിരുന്നു, നമ്മൾ കണ്ടെത്തി. ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ്. സെന്റൻസ് നോക്കാം. ദ മീൽ വാസ് നോട്ട് പ്രിപ്പയർഡ് ബൈ അസ്. അതായത് ഭക്ഷണം ഞങ്ങളാൽ തയ്യാറാക്കപ്പെട്ടില്ല എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. നമുക്ക് മലയാളത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ആക്റ്റീവിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവിൽ ഫോക്കസ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്ജക്റ്റിനാണ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്ഷണം ഞങ്ങളാൽ തയ്യാറാക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് സബ്ജക്റ്റ്. ഞങ്ങൾ എന്നുള്ളതിൽ വേണം എന്ത് ചെയ്യാൻ, സെന്റൻസ് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ ഏതിൽ തുടങ്ങും, വി എന്നുള്ളതിൽ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇനി ബാക്കി ഭാഗം ശ്രദ്ധിച്ചു നോക്കണം. വി ഡിഡ് നോട്ട് പ്രിപ്പയറിംഗ് ദ മീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വി ഡിഡ് പ്രിപ്പയർ ദ മീൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് തെറ്റാണ്. കാരണം പ്രിപ്പയർ ചെയ്തില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. തേർഡ് ഓപ്ഷൻ വി ഡിഡ് നോട്ട് പ്രിപ്പയർ ദ മീൽ, ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. തൽക്കാലം കറക്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ബാക്കി ഓപ്ഷനും കൂടെ നോക്കിയതിന് ശേഷമേ അതിലേക്ക് വരുന്നുള്ളൂ. വി ഹാഡ് നോട്ട് പ്രിപ്പയർഡ് ദ മീൽ, അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഹാഡ് എന്നുള്ള ഒരു ഓക്സിലിയറി വെർബ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഇല്ല. ഓക്കെ, അപ്പം ആ ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇനി ഞാനിവിടെ സബ്ജക്റ്റിനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് നമുക്കറിയാം മീൽ എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് വരുന്ന ഭാഗം മാത്രമേ ഞാൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ, എങ്ങനെ വരും എന്നുള്ളത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, വാസ് നോട്ട് പ്രിപ്പയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വാസ് നോട്ട് പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ ഈ പ്രിപ്പയർഡ് എന്നുള്ളത് എന്താണ്, V3 ആണ് അല്ലേ, V3 ആണ്. അത് പാസീവ് വോയിസിൽ നമ്മൾ വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ബൈ എന്നുള്ള പ്രിപ്പോസിഷനും പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ആക്റ്റീവ് വോയിസിൽ എന്ത് ചെയ്യില്ല, വെക്കില്ല. അപ്പൊ ഈ പ്രിപ്പയർഡ് എന്നുള്ളതിന്റെ ഏത് ഫോം നമ്മൾ ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ എന്നുള്ള V1 ഫോം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞു ബൈ നമ്മൾ എന്തായാലും ആക്റ്റീവ് വോയിസിൽ വരില്ല, ഞങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല എന്നേ പറയേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് പ്രിപ്പയർ കഴിഞ്ഞിട്ട് ദ മീൽ എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വെർബ് മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതിയാവും. നോക്കൂ, വി ഡിഡ് നോട്ട് പ്രിപ്പയർ ദ മീൽ എന്നൊരു ഓപ്ഷൻ നമുക്കവിടെ ഉണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്, ഞങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല. പാസ്റ്റ് ടെൻസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ആ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത് എന്നുള്ളത് ഈ സെന്റൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വാസ് എന്നുള്ള ഓക്സിലിയറി വെർബ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെ കറക്റ്റ് ഓപ്ഷനിലേക്ക് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. വി ഡിഡ് നോട്ട് പ്രിപ്പയർ ദ മീൽ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. അതെന്തുകൊണ്ടാണ് ഡിഡ് നോട്ട് എന്ന് വന്നത്, പാസ്റ്റ് ടെൻസിലാണിത്. ഞങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഡിഡ് അവിടുത്തെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഓക്സിലിയറി വെർബാണ്, പാസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് ഡിഡ്. ഇനി നോട്ട് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്, നോട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ള നെഗറ്റീവ് മീനിങ് വരണമെങ്കിൽ നോട്ട് അവിടെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. അപ്പൊ എന്തായി, സബ്ജക്റ്റ് നമ്മൾ എടുത്തു,
ഡിഡ് എന്നുള്ള പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഓക്സിലിയറി നമ്മൾ സപ്പോർട്ട് ചെയ്തു. നോട്ടിന് നെഗറ്റീവ് മീനിങ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്തു. പ്രിപ്പയർ എന്നുള്ള V1 ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്. ദ മീൽ എന്നുള്ള ഒബ്ജക്റ്റും നമ്മൾ യൂസ് ചെയ്തു അല്ലേ. ഇവിടെ വി എന്നുള്ളത് സബ്ജക്റ്റും ദ മീൽ എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ടാണ് നമ്മൾ ഡിഡ് നോട്ട് കഴിഞ്ഞ് പ്രിപ്പയർ എന്ന് യൂസ് ചെയ്തത്? പ്രിപ്പയർഡ് എന്ന് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല? അത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ഡിഡ് എന്ന് ഓൾറെഡി പാസ്റ്റില് ഓക്സിലിയറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പ്രിപ്പയർഡ് എന്ന് V2 യൂസ് ചെയ്യാൻ പാടില്ല. പ്രിപ്പയർഡ് എന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? എഗെയിൻ പാസ്റ്റ് ആയി. ഓൾറെഡി പാസ്റ്റ് ഡിഡ് അവിടെ വന്നു. ഞാൻ പറഞ്ഞു ഡിഡ് പാസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. സോ യു ഡോണ്ട് ഹാവ് ടു യൂസ് V2 ഫോം ആഫ്റ്റർ ഡിഡ്. ഡിഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? V2 ഫോം യൂസ് ചെയ്യരുത്. അത് ഇൻകറക്റ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ തറോ ആവും. ഇതുപോലൊരു മോഡൽ ഇനി വരികയാണെങ്കിൽ അത് നിങ്ങളെ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഹിൻസ് കൊടുത്തിട്ടുള്ളത്. ആക്റ്റീവ് വോയിസിൽ ഷുഡ് ബിഗിൻ വിത്ത് ദ സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. അതെന്തുകൊണ്ടാണ് വി ആയത്? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ദ മീൽ വാസ് നോട്ട് പ്രിപ്പയർഡ് ബൈ അസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ് എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ സബ്ജക്റ്റീവ് ഫോം ഏതാണ്? വി എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് വി സബ്ജക്റ്റ് ആയി. വാസ് പാസ്റ്റ് ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. അതിൽ വാസ് ഉള്ളത് കൊണ്ട് പ്രിപ്പയർഡും പാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്. തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പൊ അതേ ടെൻസ് ആയിരിക്കും ആക്റ്റീവ് വോയിസിലാക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. ഇനി നോട്ട് നെഗറ്റീവ് ഇൻഡിക്കേറ്റർ ആണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റ് മീൽ ആണ്. ദ മീൽ എന്നാണ്. ഇൻ ആക്റ്റീവ് വോയിസ്, അതായത് പാസ്റ്റ് സിമ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെയാണ്. വാസ് എന്തായിട്ട് മാറും? ഡിഡ് ആയിട്ട് മാറും. അതായത് പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ വാസ് മാറി ഡിഡ് ആയി വരും. ഓക്കെ, ഇനി കറക്റ്റ് സെന്റൻസിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ടാവും. We did not prepare the meal. ഓക്കെ, നമ്മൾ ആ ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനെയും ഈസി ആയിട്ട്, ഓരോ ടെൻസിലുള്ള സെന്റൻസിനെയും ഈസി ആയിട്ട് ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് സെന്റൻസിന്റെ സ്ട്രക്ചർ കുറച്ചൊന്ന് ഓക്സിലിയറി യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ്, ഓരോ ടെൻസിലും എങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആക്റ്റീവ് ടു പാസീവും പാസീവ് ടു ആക്റ്റീവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് കുറച്ച് സെന്റൻസിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻസ് ആയിട്ടോ ഒക്കെ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. കുറച്ച് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ, തെറ്റിപ്പോവരുത്. അടുത്ത സെന്റൻസ്, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. സിനോണിം ആണ്. Berserk means out of control due to intense anger or excitement. അതായത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോവുക, ഒരാളുടെ മെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബിഹേവിയർ ഔട്ട് ഓഫ് കൺട്രോൾ ആവുക ഡ്യൂ ടു ഇൻറ്റൻസ് ആങ്കർ ഓർ എക്സൈറ്റ്മെന്റ്. ഇനി സിനോണിമിലേക്ക് വരാം. ഓപ്ഷൻ 1 stubborn, difficult to handle. ഓപ്ഷൻ 2 demented, means mad or insane. Insane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസിങ് sanity, മാനസികമായിട്ട് എന്ത് പറയുക, എന്ത് പറ്റുക, നമുക്ക് കൺട്രോൾ വിട്ടു പോവുക, അതാണ് ഇൻസെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ് തന്നിരിക്കുന്ന വേർഡുമായി റിലേറ്റ് ചെയ്യാമോ എന്ന് ഇപ്പൊ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മൂന്നാമത്തെ വേർഡിലോട്ട് കൂടെ വരാം. അബ്സേർഡ് മീൻസ് മീനിങ്ലെസ്, ലൈഫ് മീനിങ്ലെസ് ആണെന്ന് തോന്നുക.
ഒന്നിനും മീനിങ് ഇല്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു മീനിങ്ലെസ്നെസ് കാണുക. അതിനെയാണ് അബ്സേർഡിറ്റി എന്ന് പറയുന്നത്, ഓർ അബ്സേർഡ് വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ലേസി നമുക്കറിയാവുന്ന വാക്കാണ്. അപ്പൊ ഇതിലെ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ സിനോണിം ഓഫ് ബെർസർക്ക് ഇസ് ഡെഫിനറ്റ്ലി ഡിമെന്റഡ്. നിങ്ങൾക്ക് ഡിമെന്റഡ് എന്നായിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. ഈ സ്റ്റബേൺ എന്നുള്ളതിന്റെ പ്രത്യേകത ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ എന്നാണ്. നമ്മൾ കുറച്ച് നിർബന്ധ ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണല്ലോ സ്റ്റബേൺ. ഈ സ്റ്റബേൺ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് കൺട്രോൾ ആവണമെന്നില്ല. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് സ്റ്റബേൺ ആണെന്ന് പറയുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴും ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള അർത്ഥമില്ല. ഔട്ട് ഓഫ് കൺട്രോൾ ഡ്യൂ ടു ഇന്റൻസ് ആങ്കർ ഓർ എക്സൈറ്റ്മെന്റ് എന്നുള്ളതിന് സെയിം മീനിങ് വരുന്നത് ഡെഫിനറ്റ്ലി ഡിമെന്റഡ് എന്നുള്ളതിലാണ്. ഡിമെന്റഡ് എന്ന് പറയുമ്പോൾ അവിടെ മാഡാണ്, ഇൻസെയിൻ ആണ്. അത് തീർച്ചയായിട്ടും ഔട്ട് ഓഫ് കൺട്രോൾ കണ്ടീഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് സിനോണിമായിട്ട് നമ്മൾ സെക്കൻഡ് വൺ ചൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. The following sentence has been split into 4 segments. Identify the segment that contains a grammatical error. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, സ്ലാഷ് ഇട്ട് തന്നിരിക്കുവാണ്. എവിടെയാണ് എറർ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. By this time next year, I will have graduated from college and starting my first job in the field of marketing. By this time next year. അവിടെ തെറ്റുണ്ടോ? ഇല്ല. അതായത് അടുത്ത വർഷം ഈ സമയത്തിനുള്ളിൽ, by this time next year എന്ന് പറയുമ്പോൾ ആ യൂസേജ് ശരിയാണ്. I will had graduated, I will had graduated എന്ന് പറയില്ല. അവിടെ had ഇൻകറക്റ്റ് ആണ്. ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് അത് ശരിയാണ്, കോളേജിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആവും എന്ന് പറയാണ്. ആൻഡ് സ്റ്റാർട്ടിങ് മൈ ഫസ്റ്റ് ജോബ്, അതായത് ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അവിടെ ആൻഡ് സ്റ്റാർട്ടിങ് മൈ ഫസ്റ്റ് ജോബ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഫീൽഡിൽ. ഈ പാർട്ടുകളിലൊന്നും എറർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എറർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇവിടെ ഈ സെന്റൻസിനെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് പാർട്ടിലാണ്. അതായത് ഹാഡ് എന്നുള്ളത് അവിടെ എററാണ്. എന്തുകൊണ്ടാണ് ഹാഡ് എറർ ആയത് എന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹാഡ് പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇത് പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, അങ്ങനെയാണ് സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അടുത്ത വർഷം ഈ സമയത്തിനുള്ളിൽ ഞാൻ കോളേജിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആവും. അപ്പോൾ ഫ്യൂച്ചറിലെ ഒരു ടൈമിൽ, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യപ്പെടും, ഗ്രാജുവേറ്റഡ് ആവും. അതാണ് ഇവിടെ പറയുന്ന കാര്യം. ആ കാര്യം പറയുമ്പോൾ ഐ വിൽ ഹാഡ് എന്നല്ല, ഐ വിൽ ഹാവ് എന്നാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് ഫ്യൂച്ചറിലെ ഒരു പ്രത്യേക സമയത്തിനകത്ത് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ, അതായത് ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്, ഞാൻ ഗ്രാജുവേറ്റ് ആവും എന്ന് പറയുമ്പോൾ എന്താണ്? ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് എന്ന് യൂസ് ചെയ്യണം. അതാണ് അവിടുത്തെ എറർ. ആ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വായിക്കാം. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ആൻഡ് സ്റ്റാർട്ടിങ് മൈ ഫസ്റ്റ് ജോബ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതിലാണ് എറർ എന്നും എന്താണ് അതിൻ്റെ കറക്ഷൻ എന്നും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ് ഇൻ ബോൾഡ്. ഒരു വേർഡ് അവിടെ ബോൾഡ് ചെയ്ത് തന്നിട്ടുണ്ട്. Elizabeth stood at the piano which did nothing to allay her anxiety. Allay is the word that is given in bold. Allay means to reduce in intensity or severity, to make calm.
അതായത് നമ്മൾ എന്തിൻ്റെയെങ്കിലും സിവിയറിറ്റി കുറയ്ക്കുക, അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറയ്ക്കുക, കുറച്ചുകൂടെ ശാന്തമാക്കുക, ആ സെൻസിലൊക്കെയുള്ള വേർഡാണ് അലേ എന്നുള്ളത്. നൗ ഓപ്ഷൻസ് ഗിവൺ ആർ അഗ്രവേറ്റ്, മിറ്റിഗേറ്റ്, സിംപ്ലിഫൈ, മോളിഫൈ. അഗ്രവേറ്റ് മീൻസ് ടു മേക്ക് വേഴ്സ്റ്റ് ആക്കുക, സീരിയസ് ആക്കുക, കൂടുതൽ സീരിയസ് ആക്കുക, വേഴ്സ് ആക്കുക, സിവിയർ ആക്കുക, ഇന്റൻസിഫൈ ചെയ്യുക. അപ്പൊ നമുക്കതിനെ അലേ എന്നുള്ള വേർഡിനോട് കണക്ട് ചെയ്യുമ്പോൾ സെയിം മീനിങ് ആണ്, സിനോണിം ആണ്, ആന്റണിം ആയിട്ട് എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് ടു മേക്ക് ലെസ് സിവിയർ ഓർ പെയിൻഫുൾ. അത് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? അതായത് അലേ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്തായിരുന്നു? ടു റെഡ്യൂസ് ഇൻ ഇന്റൻസിറ്റി ഓർ സിവിയറിറ്റി, ടു മേക്ക് കാം എന്നുള്ളതാണ്. സെയിം മീനിങ് ആണ്. ഓക്കെ, സെയിം മീനിങ് ആണ്. അങ്ങനെ ആവുമ്പോൾ അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സിംപ്ലിഫൈ മീൻസ് ടു മേക്ക് സിമ്പിൾ, സിമ്പിൾ ആക്കുക, അതാണ്. അപ്പം അതും എന്ത് തന്നെയാണ്? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റാത്തതാണ്. മോളിഫൈ മീൻസ് ടു റെഡ്യൂസ് ഇൻ ഇന്റൻസിറ്റി, റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ ഞാനിവിടെ ഇൻകറക്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ദാറ്റ്സ് എ മിസ്റ്റേക്ക് ആക്ച്വലി. ആ ഓപ്ഷൻ നിങ്ങൾ ആന്റണിം ആണ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കൂ. എൻ്റെ മനസ്സിൽ അത് സിനോണിം ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ അവിടെ എന്തായത്, ഞാൻ ഇൻകറക്റ്റ് എന്ന് മാർക്ക് ചെയ്തത്. നിങ്ങൾ കറക്റ്റ് ആയിട്ടായിരിക്കും ആ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ആ ഓപ്ഷൻ എന്താണ്? ടു മേക്ക് വേഴ്സ്, മോർ സീരിയസ്, മോർ സിവിയർ, ടു ഇന്റൻസിഫൈ. അപ്പൊ അഗ്രവേറ്റ് എന്നുള്ള ഓപ്ഷൻ എന്താണ്? അതിലെ കറക്റ്റ് ആന്റണിം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? കറക്റ്റ് ആന്റണിം ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അഗ്രവേറ്റ് എന്നുള്ളതാണ് അല്ലേ? അഗ്രവേറ്റ് എന്നുള്ളത് അലേ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സിനോണിം എന്ന് ഞാൻ അവിടെ ഇൻകറക്റ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതിനെ ആ രീതിയിൽ റിലേറ്റ് ചെയ്തത്. ആന്റണിം എന്നുള്ള രീതിയിൽ ആ ഓപ്ഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോറി ഫോർ ദ മിസ്റ്റേക്ക്. അടുത്ത ടൈപ്പ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. പാസേജ് ഈസ് ഗിവൺ, സം വേർഡ്സ് ആർ given as options, you have to fill in the blanks. First നിങ്ങൾ given passage ഒന്ന് വായിക്കുക ഫുള്ളായിട്ട്. From the beginning dash the 18th century the ladies of European cities covered dash faces in layers of paint and powder. This particular fashion was largely brought dash by the urgent need to disguise the ravages of smallpox. Dash left their faces pitted and scarred. During this same period, the beauty spot was introduced to cover dash a facial defect. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞു. ഇനി സബ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. Select the most appropriate option to fill in blank number 1. From the beginning dash the 18th century. അപ്പോൾ അതൊരു സെഞ്ചുറിയാണ് കണക്ട് ചെയ്യുന്നത്. 18th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിൽ അവിടെ ഏതാണ് സ്യൂട്ടബിൾ ഓപ്ഷൻ? എബൌട്ട്, ഇൻ, ഓൺ, ഓഫ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ ഓപ്ഷൻ ഈ തന്നിരിക്കുന്നതാണോ എന്ന് നിങ്ങൾ നോക്കുക. ഓഫ്. ഫ്രം ദ ബിഗിനിങ് ഓഫ് 18th century. അതെന്തുകൊണ്ടാണ് ഓഫ് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയത്? ഇങ്ങനെ വലിയൊരു സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഫ്രം ദ ബിഗിനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലാർജർ ടൈം ഫ്രെയിമിലെ ഒരു പർട്ടിക്കുലർ പീരിയഡിനെ സ്പെസിഫൈ ചെയ്യുകയാണ്. ബിഗിനിങ് എന്ന് പറയുന്നത് അതിന്റെ പർട്ടിക്കുലർ പീരിയഡ് ആണ്. ലാർജർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതാണ്? 18th century ആണ്. അപ്പോ ആ ഓഫ് എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓഫ് ഈസ് യൂസ്ഡ് ബിഫോർ സെഞ്ചുറീസ് വെൻ സ്പെസിഫൈയിങ് എ പീരിയഡ്. ആ പീരിയഡ് എന്ന് പറയുന്നത് ഇവിടെ ബിഗിനിങ് എന്നുള്ളതാണ്. ലാർജർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 18th century എന്നുള്ളതാണ്.
സോ ഓഫ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത ബ്ലാങ്ക്, അതിലോട്ട് നിങ്ങൾ വരിക. എഗെയിൻ പാസേജ് വായിക്കുക. ദിസ് പെർട്ടിക്കുലർ ഫാഷൻ വാസ് ലാർജ്ലി, സോറി, സെക്കൻഡ് ബ്ലാങ്കിലേക്കാണ് നോക്കേണ്ടത്. കവേർഡ് ഡാഷ് ഫേസസ് ഇൻ ലെയേഴ്സ് ഓഫ് പെയിന്റ് ആൻഡ് പൗഡർ. അപ്പൊ സെക്കൻഡ് ബ്ലാങ്കിലെ അത് ഈസിയാണ്. ദെയർ, അവരുടെ ഫേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദെയർ എന്ന് യൂസ് ചെയ്യണം. മറ്റേത് ആദ്യത്തെ ഓപ്ഷൻ ദേ ആർ എന്നതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആണ്. മറ്റേത് ദേർ എന്നുള്ളത് അവിടെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദം എന്ന് പറയുമ്പോൾ അവരെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് നമുക്കറിയാം. ആ മീനിങ് ജസ്റ്റ് ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് മലയാളത്തിൽ പറയുന്നത്. ദെയർ എന്ന് ആണ് കറക്റ്റ് ഓപ്ഷൻ. അത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി തേർഡ് ബ്ലാങ്കിലോട്ട് വരാം. This particular fashion was largely brought dash by the urgent need to disguise the ravages of smallpox. ഇവിടെ ബ്രോഡ് കഴിഞ്ഞ് വിതിൻ വരുമോ, എബൌട്ട് വരുമോ, എറൗണ്ട് വരുമോ, ടു വരുമോ? നിങ്ങൾക്ക് പരിചയമുള്ളൊരു യൂസേജ് ആയിരിക്കും ബ്രോട്ട് എബൌട്ട്. എന്തിനാണ് നമ്മൾ ബ്രോട്ട് എബൌട്ട് എന്ന് യൂസ് ചെയ്യുന്നത്? ബ്രോട്ട് എബൌട്ട് എന്നുള്ളത് പാസ്റ്റ് ആണ്. ബ്രിങ് എബൌട്ട് എന്നുള്ളതാണ് നമ്മൾ അതിനെ പ്രസന്റിൽ പറയുക. അതിന്റെ യൂസേജ് അങ്ങനെയാണ്. പാസ്റ്റിൽ പറയുമ്പോൾ ബ്രോട്ട് എബൌട്ട് എന്ന് പറയും. ബ്രിങ് എബൌട്ട് മീൻസ് ടു കോസ് സംതിങ് ടു ഹാപ്പൻ. അതിൽ ബ്രിങ് എന്നുള്ള പാർട്ട് വെർബാണ്, എബൌട്ട് ഒരു പ്രിപ്പോസിഷൻ ആണ്. അങ്ങനെ ഒരു വെർബും പ്രിപ്പോസിഷനും ചേർന്ന ഒരു കോമൺ കൊല്ലൊക്കേഷൻ. കൊല്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ്, അതാണ്. ബ്രിങ് മീൻസ് ടു കോസ് ഓർ പ്രൊഡ്യൂസ് സംതിങ്. എബൌട്ട് അതിന്റെ ഇഫക്റ്റ് ആണ്. അതായത് രണ്ട് ഭാഗവും ചേരുമ്പോഴാണ് അതിന് ഫുൾ മീനിങ് ഉള്ളൂ. അപ്പൊ ഇവിടെ ആ സെന്റൻസ് നമുക്കൊന്ന് വായിക്കാമേ. ദിസ് പെർട്ടിക്കുലർ ഫാഷൻ വാസ് ലാർജ്ലി ബ്രോട്ട് എബൌട്ട് ബൈ the urgent need to disguise the ravages of smallpox. ഈ സ്മോൾ പോക്സ് അഫക്റ്റ് ചെയ്തിട്ട് അവരുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഡാമേജസ് മറയ്ക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ആ ഒരു ഫാഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ ഫാഷൻ ഉണ്ടായി വന്നത് ഈ റാവേജസ് അല്ലെങ്കിൽ ഡാമേജസ് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ബ്രോട്ട് എബൌട്ട് ആണ് കറക്റ്റ് യൂസേജ്. ബ്രോട്ട് എബൌട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കാരണത്താൽ ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ബ്രോട്ട് എബൌട്ട് എന്ന് നമ്മളിത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, കോസും ഇഫക്റ്റും കൂടി കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു യൂസേജ് ആണ് ബ്രിങ് എബൌട്ട്, പാസ്റ്റ് ബ്രോട്ട് എബൌട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ബ്ലാങ്ക് നമുക്ക് നോക്കാം. കണ്ടിന്യൂവേഷൻ തന്നെയാണ്. സ്മോൾ പോക്സ്, ഡാഷ് ലെഫ്റ്റ് ദെയർ ഫേസസ് പിറ്റഡ് ആൻഡ് സ്കാർഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, കണ്ടിന്യൂവേഷൻ ആണ്. നമുക്ക് സെന്റൻസിന്റെ ബിഗിനിങ്ങിലേക്ക് ഒന്നുകൂടെ വരണം. ദിസ് പർട്ടിക്കുലർ ഫാഷൻ വാസ് largely brought about by the urgent need to disguise the ravages of smallpox, dash left their faces pitted and scarred. ഓപ്ഷൻസിലേക്ക് വരണം ഇനി. which, that, when, who. ഇതിലെ തേർഡ് ആൻഡ് ഫോർ ഓപ്ഷൻസ് ഇതിലേക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം സ്മോൾ പോക്സിന്റെ റാവേജസ് അത് അവരുടെ മുഖത്തിനെ പിറ്റഡ് ഓർ സ്കാർസ് അവരുടെ മുഖത്ത് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ വെൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെൻ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈമിനെ കണക്ട് ചെയ്യണതായിരിക്കണം. ഇനി ഹൂ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേഴ്സൺസ്, ആളുകളെ കണക്ട് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ വെന്നും ഹൂവും നമുക്ക് അവിടെ ഒരു കണക്ടറായിട്ട്, കണക്ടർ എന്നുള്ള വാക്കാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് കറക്റ്റ് നമ്മൾ ഒരു ടേം പറയുകയാണെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയും. അതായത് ഈ പറയുന്ന വിച്ച്,
ദാറ്റ്, വെൻ, ഹൂ, ഇതൊക്കെ ഒരു സെന്റൻസിൽ ഒരു കാര്യത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ യൂസ് ചെയ്യുമ്പോൾ, റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ എന്തെന്ന് പറയും? റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയും. അപ്പം ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗണുകളാണ്. നിങ്ങൾക്ക് ഗ്രാമറിൽ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേം അറിയാമായിരിക്കും. ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് റിലേറ്റ് ചെയ്യുന്നതാണ് ഈ വേർഡ്സിന്റെ ജോലി സെന്റൻസിന്റെ ഇടയിൽ വരുമ്പോൾ. ഇനി അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് വേർഡ് നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. അതിൽ വെന്നും ഹൂവും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ഓപ്ഷൻസേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? വിച്ച് ആൻഡ് ദാറ്റ്. ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടും ശരിയല്ലേ എന്ന് തോന്നും, പക്ഷേ രണ്ടും ശരിയല്ല. കാരണം രണ്ടും യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്. വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യം അതിൻ്റെ യൂസേജ് പരിചയപ്പെടാം, എന്നിട്ട് ആൻസറിലേക്ക് എത്താം. ദാറ്റ് relates to additional information essential to the meaning of the sentence. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നോക്കണം, ravages of smallpox കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് പറയുകയാണ്. അതായത് അവരുടെ മുഖത്ത് സ്മോൾ പോക്സ് ഉണ്ടാക്കിയ ഡാമേജസ്, ആ ഡാമേജസ് എന്ത് ചെയ്തു എന്നുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ബാക്കി സെന്റൻസിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഏതാണ് ആ ബാക്കി ഭാഗം? ലെഫ്റ്റ് ദെയർ ഫേസസ് പിറ്റഡ് ആൻഡ് സ്കാർഡ്. അവിടെ ഡാഷ് ഉണ്ട്, ആ ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോ ആ റാവേജസ് എന്ത് ചെയ്തു? അവരുടെ ഫേസസില് പിറ്റ്സും സ്കാർസും ഉണ്ടാക്കി, അടയാളങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഭാഗം, അതായത് ഇത്രയും ഭാഗം, ഡാഷ് ലെഫ്റ്റ് ദെയർ ഫേസസ് പിറ്റഡ് ആൻഡ് സ്കാർസ് എന്ന് പറയുന്ന ഇത്രയും ഭാഗം, ഈ ഭാഗം എന്ന് പറയുന്നത് ഈ സെന്റൻസിലെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ആ അഡീഷണൽ ഇൻഫർമേഷനെ ദാറ്റ് വെച്ച് കണക്ട് ചെയ്യണോ വിച്ച് വെച്ച് കണക്ട് ചെയ്യണോ എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. ദാറ്റ് വെച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ആ സെന്റൻസിനെ എസെൻഷ്യൽ ആയിരിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ മീനിങ്ങിന് ആ ഭാഗം എസെൻഷ്യൽ ആവണം. ആ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മീനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. മീനിങ് അവിടെ കറക്റ്റായി കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാറ്റ് അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി വിച്ച് ആണെങ്കിലോ, വിച്ച് റിലേറ്റ്സ് ടു അഡീഷണൽ ഇൻഫർമേഷൻ നോട്ട് എസെൻഷ്യൽ ടു ദ മീനിങ്. അതായത് സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ്ങിനെ എന്ത് ചെയ്യില്ല, വിച്ച് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാധിക്കില്ല. അതായത് ആ ഭാഗത്തെ നമ്മൾ എടുത്ത് മാറ്റിയാലും, വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തെ നമ്മൾ എടുത്ത് മാറ്റിയാലും സെന്റൻസ് അവിടെ മീനിങ് ഫുൾ ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ദാറ്റും വിച്ചും ഉപയോഗിക്കുന്നതിലെ ഡിഫറൻസ്. ദാറ്റ് ഒരു സെന്റൻസിൽ അഡീഷണൽ ഇൻഫർമേഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ആ സെന്റൻസിന്റെ ഫുൾ മീനിങ്ങിന് ആവശ്യമുള്ള പാർട്ടായിരിക്കും. വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സെന്റൻസിന്റെ ഫുൾ മീനിങ്ങിന് അഫക്റ്റ് ചെയ്യില്ല. അതായത് ആ പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് നോക്കിയാലും സെന്റൻസ് ഫുള്ളി മീനിങ് ഫുൾ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. The film that my friend directed is very interesting. ഇപ്പം ഇവിടെ നോക്കൂ, ഇപ്പം ഞാൻ ഈ ഭാഗത്തിൽ the film is very interesting എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫിലിം എന്നുള്ള ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ അവിടെ വരും അല്ലേ? ഏത് ഫിലിം, അല്ലെങ്കിൽ ആര് ഡയറക്റ്റ് ചെയ്ത ഫിലിം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ദ ഫിലിം ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് മാത്രം ഞാൻ ഈ ഭാഗത്തെ റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെന്റൻസിന് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്. മീനിങ് വൈസ് അതിനൊരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്, ഇല്ലേ? അപ്പോ ദ ഫിലിം ദാറ്റ് മൈ ഫ്രണ്ട് ഡിറക്റ്റഡ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഫിലിം ആണെന്നുള്ളത് ഫുള്ളി മീനിങ് ഫുൾ ആണ്, ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ വിച്ച് വെച്ചിട്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇപ്പം ഇവിടെ ദാറ്റ് വെച്ചിട്ടാണ് ഞാൻ അഡീഷണൽ ഇൻഫർമേഷനെ കണക്ട് ചെയ്തത്, ഇവിടെ വിച്ച് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വിച്ച് വെച്ച് കണക്ട് ചെയ്തതൊന്ന് വായിക്കൂ. മൈ മൊബൈൽ ഫോൺ വിച്ച് ഇസ് എ ലേറ്റസ്റ്റ് മോഡൽ ഹാസ് മെനി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ്.
ഇപ്പം ഇവിടെ എൻ്റെ മൊബൈലിന് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആ മൊബൈൽ ലേറ്റസ്റ്റ് മോഡലാണ് എന്ന് പറയാനാണ് ഞാൻ അവിടെ വിച്ച് യൂസ് ചെയ്തിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് ഈസ് എ ലേറ്റസ്റ്റ് മോഡൽ എന്ന് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മൈ മൊബൈൽ ഫോൺ കൊമ വിച്ച് ഈസ് എ ലേറ്റസ്റ്റ് മോഡൽ അഗെയിൻ കൊമ ഹാസ് മെനി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്ന് നോക്കുക. മൈ മൊബൈൽ ഫോൺ ഹാസ് മെനി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞാൽ വിച്ച് ഈസ് എ ലേറ്റസ്റ്റ് മോഡൽ എന്നുള്ളതിനെ ഞാൻ റിമൂവ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞാലും ആ സെൻറ്റൻസ് എന്താണ്? ഫുള്ളി മീനിങ് ഫുൾ ആണ്. ഏത് മൊബൈൽ ഫോൺ എന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല. എൻ്റെ മൊബൈൽ ഫോണിന് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ലേറ്റസ്റ്റ് മോഡലാണെന്നോ അല്ലെന്നോ അല്ലെങ്കിൽ ഏത് മോഡലാണെന്നോ ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. ഫുള്ളി അത് ഒരു ക്ലിയർ മീനിങ് എനിക്ക് തരുന്നുണ്ട് അല്ലേ. ഇവിടെ ഞാൻ വെച്ച് കണക്ട് ചെയ്ത അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്? ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ മാത്രമാണ്. അത് മീനിങ്ങിനെ കാര്യമായി സ്വാധീനിക്കുന്നില്ല. ആദ്യത്തേതിൽ പക്ഷേ ദാറ്റ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ അത് മീനിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോമ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വിച്ച് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ വിച്ച് യൂസ് ചെയ്യുന്ന പാർട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ത് ചെയ്യുന്നുണ്ട്? കോമ ഇടുന്നുണ്ട്. ദാറ്റ് യൂസ് ചെയ്തിട്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷനെ റിലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കോമ യൂസ് ചെയ്യില്ല. ഇനി നമുക്ക് സെൻറ്റൻസിലോട്ടിരിക്കി കൂടെ വരാം. ഇവിടെ റാവേജസ് ഓഫ് സ്മോൾ പോക്സ് കോമ. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്തിക്കാണും. ഏതാണ് ഓപ്ഷൻ? വിച്ച് ആണ് കറക്റ്റ് ഓപ്ഷൻ അല്ലേ. വിച്ച് എന്തുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. റാവേജസ് ഓഫ് സ്മോൾ പോക്സ് എന്ന് വരെ മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തെ നിങ്ങൾ ഈ പാസേജിൽ നിന്ന് റിമൂവ് ചെയ്താലും ഈ സെൻറ്റൻസിന് ഫുൾ മീനിങ് ഉണ്ട്. This particular fashion was largely brought about by the urgent need to disguise the ravages of smallpox. ഈ ഫാഷൻ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്മോൾ പോക്സിൻ്റെ റാവേജസിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ that sentence is fully meaningful without this clause, without this part of the sentence. ഞാൻ ബ്രാക്കറ്റ് ചെയ്ത പാർട്ടും ശ്രദ്ധിക്കുക. which left their faces pitted and scarred. അത് ആ റാവേജസ് എന്ത് ചെയ്തു? അവരുടെ മുഖത്തെ പിറ്റ്സും സ്കാർസും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ആ പാർട്ട് ഇല്ലെങ്കിലും റാവേജസ് ഓഫ് സ്മോൾ പോക്സ് എന്ന ഇതുവരെ എടുത്താൽ തന്നെ അതിന് ഫുൾ മീനിങ് വന്നു. സ്വാഭാവികമായും അവിടെ ഏറ്റവും സ്യൂട്ടബിൾ കണക്റ്റർ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വിച്ചാണ്. അവിടെ കോമയുണ്ട്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ വിച്ചാണ് അവിടുത്തെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ കറക്റ്റ് യൂസേജ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ദർ. ഇനി ഇതിലേറ്റവും അവസാനത്തെ ബ്ലാങ്ക് കൂടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. During the same period, the beauty spot was introduced to cover dash a facial defect. അതിൻ്റെ ആൻസർ നിങ്ങൾ ഇപ്പം കിട്ടിക്കാണും. ഏതാണ്? കവർ 2 എന്ന് യൂസ് ചെയ്യുവോ? ഇല്ല. കവർ 4 എന്നും തെറ്റാണ്. കവറപ്പ്. കവറപ്പ് എന്ന് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് കവറപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു പ്ലേസ് സംതിങ് ഓവർ നദർ ടു പ്രൊട്ടക്റ്റ്, ഹൈഡ് ഓർ കൺസീൽ. നമ്മൾ മറയ്ക്കുക. കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ കൺസീൽ ചെയ്യുക, ഹൈഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട്. അപ്പ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ആ കംപ്ലീഷനെ, അതായത് കവറിങ് ഫുള്ളായിട്ട് ചെയ്യുന്നതിനെയാണ് അപ്പ് എന്നുള്ള ആ പ്രൊപ്പോസിഷൻ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. കവറപ്പ് എന്ന് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്. ഓക്കെ, അപ്പോൾ കവറപ്പ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, പ്രൊപ്പോസിഷൻസിലാണ് ഫോക്കസ് വന്നത്, വേറെ വേർഡ്സ് അല്ല. എല്ലാ ഇതും നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരിക്കൽ കൂടെ പാസേജ് ഒന്ന് വായിച്ചു പോകാമേ. From the beginning of the 18th century, the ladies of European cities covered their faces in layers of paint and powder.
This particular fashion was largely brought about by the urgent need to disguise the ravages of smallpox, which left their faces pitted and scarred. During this same period, the beauty spot was introduced to cover up a facial defect. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ബ്ലാങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ദയർ ഒഴിച്ച് ബാക്കിയെല്ലാം ഏതായിരുന്നു? പ്രിപ്പോസിഷൻസ് ആയിരുന്നു. ചില പ്രിപ്പോസിഷൻസ് ചില വേർബുകളുടെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ബ്രോട്ട് എബൌട്ട്, കവർ അപ്പ്, അങ്ങനെയുള്ള യൂസേജസ് ആണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്തത്. പിന്നെ ഒരിടത്ത് നമ്മൾ ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു, ഒരിടത്ത് വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗണും യൂസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് അതിൽ പ്രിപ്പോസിഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, ഇതേപോലെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ സെൻറ്റൻസും വായിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി വേണം അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 9/9/2024 ഷിഫ്റ്റ് 2 SSC CGL Tier 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ ആൻസർ ചെയ്തു. ഓരോ ആൻസറിലേക്കും എങ്ങനെ എത്തി എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പാത്തിൽ കൂടെയാണ് നമ്മൾ പോയത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, പാറ്റേൺ സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ വരാന്ത റേസിൽ അപ്കമിങ് SSC CGL എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള ക്ലാസ്സസ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സസ് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി ആസ്പിറൻസ് ഓഫ് upcoming SSC CGL exam. Thank you for watching the video. See you in the next class.